ശ്രീ ജോളി എബ്രഹാം, താങ്കൾ സംഗീത രംഗത്തേക്ക് കടന്നു വരാനുള്ള പ്രചോദനം എന്തായിരുന്നു? എനിക്ക് സംഗീതത്തോട് ചെറുപ്പകാലത്ത് തന്നെ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. എവിടെയെങ്കിലും മൈക്കെല്ലാം കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് വരുന്ന പാട്ട് കേൾക്കുക, അങ്ങനെ പാട്ടിനോട് വളരെ താല്പര്യമായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിൽ ഫാദറും മദറും സിസ്റ്റേഴ്സും ബ്രദേഴ്സും എല്ലാവർക്കും പാട്ടിനോട് വളരെ താല്പര്യമായിരുന്നു. അവരെല്ലാവരും പാട്ടുകാരായിരുന്നു? എല്ലാവരും അവർ പഠിക്കുന്ന കോളേജസിലെല്ലാം സംഗീതത്തിൽ ഫസ്റ്റ് ആയിരുന്നു. ഞാൻ മാത്രം പ്രൊഫഷണലായിട്ട് എടുത്തു പാട്ട്. അപ്പോൾ വളരെ ചെറിയ പ്രായത്തിലെ പാടാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ? പാടാൻ തുടങ്ങി. ശാസ്ത്രീയമായി സംഗീതം അഭ്യസിച്ചിട്ടുണ്ടോ? ഓ, ഞാൻ കോളേജിൽ ചേർന്ന്, ദാറ്റ് മീൻസ് പ്രീ ഡിഗ്രിക്ക് ചേർന്നപ്പോൾ മുതൽ ഞാൻ സംഗീതം പഠിക്കാൻ തുടങ്ങി. ഞാൻ ആദ്യമായിട്ട് പാടുന്നത് തന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. തേവര സെക്രട്ടേറിയറ്റ് സ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത്. അവിടുത്തെ ആനിവേഴ്സറിക്ക് കയറി പാടി. ആദ്യമായിട്ട് പാടിയ പാട്ട് ജാനകി ചേച്ചി പാടിയ തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ലൻ വിരുന്നുകാരൻ, എൻ്റെ വിരുന്നുകാരൻ. സ്കൂളിലും കോളേജിലും അത് കഴിഞ്ഞ് കലാഭവനിലും അരങ്ങത്ത് നിറഞ്ഞു നിന്നിരുന്ന ശ്രീ ജോളി സിനിമയിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഞാൻ മദ്രാസിൽ അസിസ്റ്റൻറ്റ് റെക്കോർഡിംഗ് ഓഫീസറായിട്ട് HMV ഗ്രാമഫോൺ കമ്പനി ഓഫ് ഇന്ത്യ അവിടെ ജോലിക്ക് ചേർന്നു. അത് കിട്ടാനും കാരണം ഞാനവിടെ കലാഭവൻ്റെ ഒരു റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. 4 പാട്ട് കലാഭവൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ അല്ലല്ല, കൊച്ചിൻ കലാഭവൻ ആബിലച്ചൻ്റെ ഫാദർ ആബിലിൻ്റെ നേതൃത്വത്തിലുള്ള അതിൽ 4 പാട്ട് കലാഭവൻ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ 2 പാട്ട് യേശുദാസും ദാസിയേട്ടനും, 2 പാട്ട് ഞാനും. അങ്ങനത്തെ അത് നല്ലൊരു കോമ്പിനേഷൻ. എൻ്റെ ലൈഫിൽ എനിക്ക് അത് നല്ലൊരു ഇതായിരുന്നു. അതിന് ഞാൻ പാടാൻ ചെന്നപ്പോൾ പാടി കഴിഞ്ഞിട്ട് ഞാൻ പോരുന്ന സമയത്ത് വെറുതെ ജസ്റ്റ് എൻ്റെ മാനേജറെ പോയി കണ്ട്, അവിടുത്തെ HMV മാനേജറെ പോയി കണ്ടിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചു. പെട്ടെന്ന് പുള്ളി ചോദിച്ചു ജോളുടെ ഐഡിയ എന്താ. ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ മദ്രാസ്, ബോംബെ അങ്ങനെയുള്ള ഏതെങ്കിലും സിനിമ കണക്റ്റഡ് ആയുള്ള സ്ഥലത്ത് എനിക്ക് ജോലി കിട്ടാൻ ഞാൻ വർക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ റെക്കോർഡിംഗ് ഓഫീസറായിട്ട് അവിടെ വർക്ക് ചെയ്തു. ആ വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ സിംഗേഴ്സും, ദാസിയേട്ടൻ, വാണി ജയറാം, സുശീല, ജാനകി, ബാലമുരളികൃഷ്ണ, MS സുബ്ബലക്ഷ്മി, അങ്ങനെ എല്ലാവരുടെ റെക്കോർഡിങ്സും ഞാൻ നടത്തിയിട്ടുണ്ട് അവിടെ. അപ്പോൾ എനിക്ക് കൂടുതൽ ഇതിനകത്ത് ഇൻവോൾവ്മെൻറ്റ് വന്നു. എല്ലാവരും ഞാനവിടെ ഉള്ളപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് വന്നു. അങ്ങനെ ഈവനിങ്ങിലെല്ലാം ഞാൻ പോയിട്ട് ചില ഈവനിങ്ങിലെല്ലാം എൻ്റെ ഗാനമേളയൊക്കെ അവിടെ നടത്താൻ തുടങ്ങി. അങ്ങനെ ഒരു ഗാനമേള നടത്തി ഇങ്ങനെ കഴിഞ്ഞ് പുറത്തിട്ട് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ശ്രീകുമാരൻ തമ്പി, പ്രൊഡ്യൂസർ, ഡയറക്ടർ, ഗാനരചയിതാവെല്ലാം തമ്പിച്ചേട്ടനെ കണ്ട്. തമ്പിച്ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ജോളിക്ക് സിനിമയിൽ പാടാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷം, അതിനായിട്ടാണ് ഞാൻ ഇവിടെ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഡേ എൻ്റെ അടുത്ത് വീട്ടിൽ വരാൻ പറഞ്ഞു. വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ അർജുന മാസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു. പാട്ട് അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത്, ഈ പാട്ട് പ്രേം നസീറിന് വേണ്ടിയിട്ട് പാടേണ്ടതാണ്, അത് ജോളി അങ്ങോട്ട് പാടും. ജോളിയുടെ ആദ്യത്തെ പാട്ട് പ്രേം നസീറിന് തന്നെ ഇരിക്കട്ടെ, അതുകൊണ്ട് ജോളി പാടണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ പാട്ട് ഞാൻ പാടി. ഏതായിരുന്നു ആ പാട്ട്? ജയിക്കാനായി ജനിച്ചത് ഞാൻ. ഒന്ന് പാടാവോ? ജയിക്കാനായി ജനിച്ചവൻ ഞാൻ, എതിർക്കാനായി വളർന്നവൻ ഞാൻ, കാലത്തിൻ കോവിലിൽ പൂജാരി ഞാൻ, കള്ളന്റെ മുമ്പിൽ ധിക്കാരി, ജയിക്കാനായി ജനിച്ചവൻ ഞാൻ, എതിർക്കാനായി വളർന്നവൻ ഞാൻ. കാലത്തിൻ കോവിലിൽ പൂജാരി ഞാൻ, കള്ളന്റെ മുമ്പിൽ ധിക്കാരി, ജയിക്കാനായി ജനിച്ചവൻ ഞാൻ, എതിർക്കാനായി വളർന്നവൻ ഞാൻ. എനിക്കു മേലെ ദൈവം അമ്മേ, എൻ്റെ അമ്മേ, എനിക്കു മേലെ ദൈവം, എനിക്കു താഴെ ഭൂമി, ഭീരുവിൻ വിടുവായി
വായ്ക്കു മാപ്പു നൽകും ഞാൻ ധീരന്റെ കുതിരയെ പിടിച്ചു കെട്ടും അഗ്നി പോലെ വരുന്നു അലകടൽ പോലെ വരുന്നു ആഞ്ഞു വീശും കൊടുങ്കാറ്റ് ഞാൻ വരുന്നു. പാടിയതുപോലെ സംഗീതം കൊണ്ട് ജയിക്കാൻ സാധിച്ചോ? ജയിച്ചു എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ പരിമിതിയിൽ നിന്ന് കുറച്ചെല്ലാം സാധിച്ചു. സംഗീതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഒരു സാഗരം മാതിരി, അതിലെല്ലാം ഒരു ചെറിയൊരു തുള്ളി മാതിരി തന്നെ ഞാനല്ല. മൂവന്തിയായി പകലിൽ രാവിൻ വിരൽ സ്പർശനം മൂവന്തിയായി പകലിൽ രാവിൻ വിരൽ സ്പർശനം തീരങ്ങളിൽ ബാഷ്പദീപങ്ങളിൽ ഓരിതൾ നാളമായി നൊമ്പരും മൂവന്തിയായി പകലിൽ രാവിൻ വിരൽ സ്പർശനം രാവേറെയായി പിരിയാനരുതാതൊരു നോവിൻ രാപ്പാടികൾ രാവേറെയായി പിരിയാനരുതാതൊരു നോവിൻ രാപ്പാടികൾ ചൂടാത്തൊരാ പൂപ്പീലികളാ കൂടൊന്നു കൂട്ടിയല്ലോ ജന്മങ്ങളിൽ വീണയിൽ മീട്ടുമീണം മൂളുന്നൊരാ കാറ്റുകൾ മൂവന്തിയായി പകലിൽ രാവിൻ വിരൽ സ്പർശനം തീരങ്ങളിൽ ബാഷ്പദീപങ്ങളിൽ ഓരിതൾ നാളമായി നൊമ്പരം മൂവന്തിയായി പകലിൽ രാവിൻ വിരൽ സ്പർശനം യാമങ്ങളിൽ കൊഴിയാൻ മടിയായൊരു താരം തേങ്ങുന്നുവോ യാമങ്ങളിൽ കൊഴിയാൻ മടിയായൊരു താരം തേങ്ങുന്നുവോ ഇന്നോർമ്മയിൽ കിളിവാതിലുകൾ താനേ തുറന്നുവല്ലോ ദൂരങ്ങളിൽ എന്തിനോ കണ്ണു ചുമ്മി വീണ്ടും നിശാഗന്ധികൾ മൂവന്തിയായി പകലിൽ രാവിൻ വിരൽ സ്പർശനം തീരങ്ങളിൽ ബാഷ്പദീപങ്ങളിൽ